വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അങ്കമാലിക്കാരുടെ കല്യാണ സ്പെഷ്യൽ മാങ്ങാക്കറിയാണ്. ഞാനിവിടെ 2 പച്ചമാങ്ങ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മൂവണ്ടൻ മാങ്ങയാണ് അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാൻ നല്ലത്. 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി 6 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി 6 അല്ലി അരിഞ്ഞത്, ഇഞ്ചി ഒരു വലിയ കഷ്ണം അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്, സവാള 2 എണ്ണം നീളത്തിൽ അരിഞ്ഞത് കനം കുറച്ച് അരിയണം, മല്ലിപ്പൊടി 2.5 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്. കടുക് വറുക്കുമ്പോൾ ഞാൻ ഇതിനകത്ത് ഉലുവ ചേർക്കുന്നുണ്ട്. ഇത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൻ്റെ 1-ാം പാൽ നമുക്ക് 1 കപ്പും 2-ാം പാൽ 2 കപ്പുമാണ് വേണ്ടത്. വിനാഗിരി 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള എണ്ണ. പിന്നെ നമുക്ക് ഇത് നമ്മൾ ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ചട്ടിയിൽ തയ്യാറാക്കിയാൽ മാത്രമേ അങ്കമാലി മാങ്ങാക്കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ആദ്യം നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ചെറിയ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെക്കണം. ഇനി ഈ ചട്ടിയിലേക്ക് നമ്മൾ സവാള അരിഞ്ഞു വെച്ചിരുന്ന ഇട്ട് കൊടുക്കുകയാണ്. ചുവന്നുള്ളി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ വിനാഗിരി. ആദ്യം ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇത് ഇളക്കി യോജിപ്പിക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. നന്നായി മിക്സായി അതിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വരണം. ഇനി ഇതിലേക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിരുന്ന ആ പൊടികളും കൂടെ മിക്സ് ചെയ്ത് നന്നായി കുഴയ്ക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മാങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ഇളക്കി യോജിപ്പിച്ച് നമുക്കിതിനി 1 മണിക്കൂർ നേരത്തേക്ക് വച്ചേക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് അത് നന്നായി ഇളക്കുക. തീ കത്തിച്ച് ഇനി അത് ഒന്ന് തിളയ്ക്കുന്നത് വരെ മൂടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇത് നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് വേണമെങ്കിൽ ഉപ്പുകൂടി ചേർത്ത് കൊടുക്കണം. മാങ്ങ വെന്തുടയാതെ വേണം ഇളക്കാൻ.
പച്ചമുളകിൻ്റെ എരിവാണ് ഇതിനകത്ത് കൂടുതലായിട്ടും ഉള്ളത്. നമ്മൾ മുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ. പച്ചമുളകിൻ്റെ എരിവെല്ലാം കൂടെ കൂടി ചേർന്ന് മുളക് പൊടി കൂടുതൽ ചേർത്താൽ നമുക്കിതിൻ്റെ ആ കളറ് കിട്ടില്ല. ഇത് നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് അധികം തിളയ്ക്കണ്ട. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്താലും ചെറുതായിട്ടൊന്ന് തിളയ്ക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തൊഴിക്കാം. അങ്കമാലിക്കാർ മീനിട്ടും ഇതുപോലെ മാങ്ങാക്കറി ഉണ്ടാക്കാറുണ്ട്. നമ്മളിവിടെ മീനിടാത്ത മാങ്ങാക്കറിയാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി കടുക് വറുക്കാം. നന്നായിട്ട് മൂക്കണം. അങ്കമാലിക്കാരുടെ കല്യാണ സ്പെഷ്യലായ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. കാണുന്ന ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്